നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ 3 ഡോക്ടർമാർ, ഡോക്ടർ ജേക്കബ്, ഡോക്ടർ സുരേഷ്, ഡോക്ടർ സംഗീത്. സംഗീത് KM ചെറിയാൻ്റെ നീസാണ്. സംഗീതിൻ്റെ ഭർത്താവാണ് ഡോക്ടർ ജേക്കബ്. ഒരുപാട് കാലമായി അവർ KM ചെറിയാൻ എന്ന വലിയ ഡോക്ടറെക്കുറിച്ച് എന്നോട് പറയാറുണ്ട്. അദ്ദേഹത്തോടുള്ള അക്കാദമിക് ആരാധന, ഓരോ സർജറി ചെയ്യുമ്പോഴും അദ്ദേഹം പുലർത്തുന്ന പ്രിസിഷൻ. ഡോക്ടർ KM ചെറിയാൻ സർജറി ചെയ്യുന്നത് ഒരു കല പോലെയാണ് എന്ന് ഡോക്ടർ ജേക്കബ് എന്നോട് പലപ്പോഴും പറയും. അത് കണ്ടു നിൽക്കാൻ തോന്നും. യാതൊരുവിധ പാളിച്ചകളും ആ സർജറികളിൽ സംഭവിക്കില്ല. കാരണം അത്രയേറെ ശ്രദ്ധാലുവാണ് അദ്ദേഹം. ഡോക്ടർ KM ചെറിയാൻ്റെ കൈ അതിനായി ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ കൈകൾ ദൈവത്തിൻ്റേത് എന്ന് ചിലർ പറയുന്നത്. ദൈവം മനുഷ്യർക്ക് വേണ്ടി കാത്തുവച്ചൊരു കൈ. ആ കൈ കൊണ്ട് എത്രയെത്ര ഹൃദയങ്ങളാണ് തുന്നിച്ചേർത്തത്, എത്രയെത്ര ഹൃദയങ്ങളാണ് മാറ്റിവെക്കപ്പെട്ടത്. അതൊരു വല്ലാത്ത പ്രതിഭയായിരുന്നു. ഇന്ന് വെളുപ്പിന് ഡോക്ടർ ജേക്കബ് എന്നെ വിളിച്ചു. ഡോക്ടർ KM ചെറിയാൻ മരിച്ച കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞു. ഡോക്ടർ ജേക്കബിനെ മനോജ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. മനോജ് ഡോക്ടറിൻ്റെ വാക്കുകളിൽ ഡോക്ടർ KM ചെറിയാൻ്റെ മരണം എത്രമാത്രം നഷ്ടം ഈ മേഖലയ്ക്കുണ്ടാക്കുമെന്ന് വ്യക്തമായിരുന്നു. പിന്നീട് ഞാൻ ഡോക്ടർ സുരേഷിനെ വിളിച്ചു. അദ്ദേഹവും അതിൻ്റെ ഷോക്കിലായിരുന്നു. തലക്കനങ്ങളൊന്നുമില്ലാത്ത പെരുമാറ്റം. ഡോക്ടർ ജേക്കബിനെയും ഡോക്ടർ സുരേഷിനെയും പോലെയുള്ളവരെ ശിഷ്യന്മാരായി ഒപ്പം ചേർക്കുമ്പോഴും അവരെ ചേർത്ത് പിടിച്ചു. തനിക്കറിയാവുന്നതൊക്കെ തൻ്റെ ശിഷ്യഗണത്തോട് അദ്ദേഹം പറഞ്ഞുകൊടുത്തു. ഇന്ത്യയിലെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ് സർജറി നടത്തിയ KM ചെറിയാനെ രാജ്യം ആദരിച്ചത് പത്മശ്രീ നൽകി. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക ഡോക്ടർ എന്ന നിലയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇത്ര തലപ്പൊക്കമുള്ള ഒരു ഡോക്ടർ നമുക്ക് കേരളത്തിന് സ്വന്തമായുണ്ട് എന്നത് നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ എത്രയെത്ര സ്ഥാപനങ്ങൾ നിലവിൽ വന്നു. ഏറ്റവും ഒടുവിൽ തലയെടുപ്പോടെ ചെങ്ങന്നൂരിൽ ഉയർന്നു നിൽക്കുന്ന ഡോക്ടർ KM ചെറിയാൻ ഹോസ്പിറ്റൽ. അദ്ദേഹത്തിൻ്റെ പേരിനോട് ജനങ്ങൾക്ക് അത്രയധികം മതിപ്പാണ്. എവിടെ ഡോക്ടർ KM ചെറിയാൻ്റെ പേര് കണ്ടോ അവിടെ രോഗികളും ജനങ്ങളുമൊക്കെ ഓടിയെത്തും. ഒരൊറ്റ കാരണം മാത്രം, വിശ്വാസ്യത. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതും ആ വാക്കാണ്, വിശ്വാസ്യത. പല ആതുരാലയങ്ങളും ഇന്ന് അറിവുശാലകളാണ്. ഹോസ്പിറ്റലുകൾ വലിയ വ്യവസായ കേന്ദ്രങ്ങളാക്കി പലരും കാണുന്നു. വലിയ വ്യവസായ നിക്ഷേപമായി പലരും ആശുപത്രികൾ തുടങ്ങുന്നു. ചുരുങ്ങിയ നാളിനുള്ളിൽ മുടക്കിയ മുതലും പലിശയും അവർക്ക് തിരികെ വേണം. അതുകൊണ്ട് തന്നെ രോഗികളെ അവർ വല്ലാതെ പീഡിപ്പിക്കുന്നു. ജനിച്ചതും ജീവിച്ചതും ഒടുവിൽ മരിച്ചതും വൈദ്യശാസ്ത്രത്തിനു വേണ്ടി. അതാണ് ഡോക്ടർ KM ചെറിയാനെ വ്യത്യസ്തനാക്കുന്നത്. ചെങ്ങന്നൂർ മുണ്ടൻകാവിലെ കോട്ടുരേത്ത് വീട്ടിൽ മാമൻ്റെയും മറിയാമ്മയുടെയും മകനായി ജനനം. പിതാവ് എസ്റ്റേറ്റ് മാനേജർ. പണ്ട് മുതലേ ബ്രിട്ടീഷുകാരൊക്കെയായി അടുത്തിടപഴകാൻ പിതാവിന് അവസരം ലഭിച്ചിട്ടുണ്ട്. ടെന്നീസ് കളിയൊക്കെ അദ്ദേഹത്തിനൊരു കമ്പമായിരുന്നു. അമ്മ മറിയാമ്മ വീട്ടമ്മ. തികഞ്ഞ ശിക്ഷണത്തിലാണ് ഡോക്ടർ KM ചെറിയാൻ്റെ ചെറുപ്പം. പഠിച്ചതും വളർന്നതുമൊക്കെ കായംകുളത്തെ അമ്മ വീട്ടിൽ. കോട്ടുരേത്ത് മാമൻ ചെറിയാൻ എന്നാണ് മുഴുവൻ പേര്. ഇന്ന് മലയാളികൾ അറിയുന്ന ഡോക്ടർ KM ചെറിയാൻ. വെല്ലൂർ ക്രിസ്ത്യൻ കോളേജ് സർജറിയിൽ ലെക്ചറായിട്ടായിരുന്നു ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. അതിനു മുൻപ് മണിപ്പാൽ കോളേജിൽ ചേർന്ന് മെഡിസിൻ പഠനം. 1970 ഓസ്ട്രേലിയയിലേക്ക് അദ്ദേഹം കുടിയേറി. 1973 കാർഡിയോ തൊറാസിക് സർജറിയിൽ FRACS. പിന്നീട് ന്യൂസിലൻഡിലേക്കും അമേരിക്കയിലേക്കുമൊക്കെ അദ്ദേഹം കുടിയേറി. അമേരിക്കയിൽ വളരെ സുരക്ഷിതമായി ഉന്നത സ്ഥാനത്ത് ഇന്നും അദ്ദേഹത്തിന് ജോലി ചെയ്യാമായിരുന്നു, ഇഷ്ടം പോലെ സമ്പാദിക്കാമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇന്ത്യ അതുതന്നെയായിരുന്നു, പ്രത്യേകിച്ച് കേരളം. ഓസ്ട്രേലിയയിൽ വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് ഇന്ത്യയിൽ തിരിച്ചെത്തി ചെന്നൈ പേരാമ്പൂർ റെയിൽവേ ആശുപത്രിയിൽ ചെറിയ ശമ്പളത്തിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. അതും അസിസ്റ്റന്റ് മെഡിക്കൽ ഓഫീസറായി. അവിടെ വെച്ച് 1975 ഇന്ത്യയിലെ ആദ്യ ബൈപ്പാസ് ശസ്ത്രക്രിയ നടക്കുന്നു. രാജ്യത്തെ ആദ്യ ഹാർട്ട് ലങ് ട്രാൻസ്പ്ലാന്റും പീഡിയാട്രിക് കാർഡിയാക് സർജറിയും നടത്തിയത് KM ചെറിയാൻ എന്ന അതുല്യ ഡോക്ടർ. അവയവദാനത്തിന് മസ്തിഷ്ക മരണം നിയമപരമാക്കുന്നതിൽ KM ചെറിയാൻ പിന്നീട് മുൻകൈയെടുത്തു. അദ്ദേഹത്തിൻ്റെ നീണ്ട നാളത്തെ പ്രവർത്തനങ്ങളായിരുന്നു അത്തരമൊരു നയത്തിന് സർക്കാർ രൂപം കൊടുക്കാനുള്ള കാരണം. സ്വകാര്യ മേഖലയിലെ ആദ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയയും നടന്നത് അദ്ദേഹത്തിന് ദൈവം നൽകിയ ആ കൈകളിലൂടെ. ഒട്ടനവധി ബഹുമതികൾ അദ്ദേഹത്തെ തേടി വന്നു, ഒട്ടനവധി ക്രെഡിറ്റുകൾ. എന്നാൽ ചികിത്സയിൽ ആദ്യമായി പലതും പരീക്ഷിക്കുന്നത് അത്ര എളുപ്പമായിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പല ശസ്ത്രക്രിയകൾക്കും മുൻപ് കേൾക്കുന്ന പ്രധാന ചോദ്യം നിങ്ങളിത് മുൻപേ ചെയ്തിട്ടുണ്ടോ എന്നതായിരുന്നു. അതിനുത്തരം നൽകുക പ്രയാസകരം.
രാജ്യത്തു തന്നെ ആദ്യമായാണ് പലതും ചെയ്തത് എന്ന് പറയുന്നതിനൊപ്പം തന്നെ രോഗിയുടെ ജീവരക്ഷയ്ക്ക് മറ്റു വഴികളില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. ഇത്തരമൊരു സർജറി ചെയ്തില്ലെങ്കിൽ രോഗി മരിക്കുമെന്ന് ഉറ്റവരോടൊക്കെ പറയുമ്പോൾ അവർ പൂർണ്ണമായി ഉൾക്കൊള്ളില്ല. സർജറിയുടെ അപകടം അവരെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. ആദ്യമായാണോ ഡോക്ടർ ഇത്തരമൊരു സർജറിക്ക് ഒരുങ്ങുന്നത്? പല ശസ്ത്രക്രിയകളും നടത്തുന്ന ആ സമയം മുതൽ അവസാനിക്കുന്നത് വരെ തങ്ങളിത് ആദ്യമായാണ് ചെയ്യുന്നത് എന്നത് ചെറിയാനങ്ങ് മറക്കും. ഒരിക്കലെങ്കിലും ആദ്യമായാണ് ഇത്തരമൊരു സർജറി നടത്തുന്നത് എന്ന് ബോധതലത്തിലേക്ക് വന്നാൽ സർജറിയിൽ പരിഭ്രമമുണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെൻ്റ് എന്നാണ് ഡോക്ടർ KM ചെറിയാൻ തൻ്റെ ആത്മകഥയ്ക്ക് പേരിട്ടിരിക്കുന്നത്. അതെ, താനൊരു ഉപകരണമായിരുന്നു. മനുഷ്യരുടെ ഹൃദയങ്ങൾ തുന്നിപ്പിടിപ്പിക്കാൻ ദൈവം നിയോഗിച്ച ഒരു ഉപകരണം. താൻ ചെയ്യുന്ന ജോലി ദൈവികമായി അദ്ദേഹം എന്നും കരുതി. അത് നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ഉപകരണം. മദർ തെരേസയോടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധത്തെക്കുറിച്ചൊക്കെ പുസ്തകത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നു. മദർ തെരേസ തൻ്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിച്ചുവെന്ന് അദ്ദേഹം കരുതുന്നു. 82 വയസ്സായിരുന്നു ഡോക്ടർ KM ചെറിയാന്. ഇന്നലെ രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ മണിപ്പാൽ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ബംഗളൂരുവിൽ സുഹൃത്തിൻ്റെ മകൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടപ്പോൾ ബംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണിപ്പാലിലെ കസ്തൂർബ മെഡിക്കൽ കോളേജിലാണ് തന്റെ മെഡിസിൻ വിദ്യാഭ്യാസം അദ്ദേഹം പൂർത്തിയാക്കിയത്. 1995 ഇന്ത്യയിലെ രണ്ടാമത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ, രാജ്യത്തെ ആദ്യ ഹൃദയ ശ്വാസകോശ മാറ്റിവെക്കൽ, രാജ്യത്തെ ആദ്യ ശിശുരോഗ ഹൃദയ ശസ്ത്രക്രിയ എന്നിവയൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനകളാണ്. ജൂൺ 2000 ആണ്ടിൽ ഡോക്ടർ KM ചെറിയാന് കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നിന്ന് ആജീവനാന്ത പുരസ്കാരം ലഭിച്ചു. ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ സംഘടിപ്പിച്ച പാനലിലൂടെ 2005 ഹാർവാർഡ് മെഡിക്കൽ എക്സലൻസ് അവാർഡ്. ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധർക്കൊപ്പം പ്രവർത്തിക്കാൻ ന്യൂസിലൻഡിലും അമേരിക്കയിലുമൊക്കെ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. എന്നാൽ അമേരിക്ക നൽകിയ വാഗ്ദാനം അദ്ദേഹം നിരസിച്ചത് സ്വന്തം മാതൃരാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കാൻ. ആർട്ട് ഓഫ് മെഡിസിൻ, അതായിരുന്നു അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക്. ആർട്ട് ഓഫ് മെഡിസിൻ സ്നേഹിക്കപ്പെടണമെന്ന് അദ്ദേഹം ഡോക്ടർമാരെ ഉപദേശിക്കും. അവിടെയാണ് ഹ്യൂമാനിറ്റിയുടെ വില, മാനവികതയുടെ വിലയെറിഞ്ഞ ആതുര ശുശ്രൂഷ. അതായിരുന്നു ഡോക്ടർ KM ചെറിയാനെ വ്യത്യസ്തനാക്കിയത്. ലോകത്താദ്യമായി ഹൃദയം മാറ്റിവെച്ച ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാഡ്. അദ്ദേഹം ഒരിക്കൽ ചെന്നൈയിലെത്തി. ഡോക്ടർ KM ചെറിയാനെ കണ്ട് അത്ഭുതം കൂറി. ഡോക്ടർ KM ചെറിയാനെ അദ്ദേഹം ചേർത്ത് പിടിച്ചു. 10 ദിവസം അവർ ഒരുമിച്ച് താമസിച്ചു. താൻ സ്വായത്തമാക്കിയതൊക്കെ ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാഡ് അന്ന് ഡോക്ടർ KM ചെറിയാന് പകർന്നു നൽകി. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അപൂർവ നിമിഷങ്ങളായിരുന്നു അതെന്ന് ഡോക്ടർ KM ചെറിയാൻ തന്നെ പിന്നീട് കുറിച്ചു. മഹർഷി ശുശ്രുതയായിരുന്നു തൻ്റെ വഴികാട്ടിയെന്ന് ഡോക്ടർ KM ചെറിയാൻ പറയും. 1990 മുതൽ 93 വരെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഡോക്ടർ. ഗ്രാമീണ മേഖലയിൽ മിതമായ നിരക്കിൽ അത്യാധുനിക ചികിത്സ ലക്ഷ്യമിട്ട് ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. വേൾഡ് കോൺഗ്രസ് ഓഫ് തൊറാസിക് കാർഡിയാക് സർജൻ പ്രസിഡന്റാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ഇന്ത്യയിൽ നിന്നുള്ള അമേരിക്കൻ അസോസിയേഷൻ ഓഫ് തൊറാസിക് സർജറിയിലെ ആദ്യ അംഗം. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കാർഡിയാക് തൊറാസിക് സർജൻ സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്നു. പീഡിയാട്രിക് കാർഡിയാക് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ്. ചെന്നൈയിലെ മദ്രാസ് മിഷന്റെ സ്ഥാപക വൈസ് പ്രസിഡന്റും ഡയറക്ടറും. ലണ്ടനിലെ റോയൽ സൊസൈറ്റി ഓഫ് മെഡിസിൻ ഫെല്ലോ. ലക്നൌവിലെ കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഡോക്ടർ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്നിവയിൽ നിന്ന് ഓണററി ഡോക്ടർ ഓഫ് സയൻസ് അദ്ദേഹത്തിന് ലഭിച്ചു. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റിന്റെ ജന്മസ്ഥലമായ ഗ്രീസിലെ ക്രോസ് ദ്വീപിലെ പ്രശസ്തമായ ഫലകത്തിൽ ഡോക്ടർ ചെറിയാന്റെ പേരും കൊത്തിവെച്ചിട്ടുണ്ട്. ഹൃദയ ശസ്ത്രക്രിയ വൈദഗ്ധ്യത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരം. ഭാര്യ സെലീൻ ചെറിയാൻ, മക്കൾ സഞ്ജയ് ചെറിയാൻ, സന്ധ്യ ചെറിയാൻ. 82 വയസ്സിലും നല്ല ചുറുചുറുക്കോടെ ഓടി നടന്നിരുന്ന ഡോക്ടർ KM ചെറിയാൻ ഇടയ്ക്കിടെ ചെങ്ങന്നൂരിലെത്തും. അദ്ദേഹത്തിൻ്റെതായ നിരവധി സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഫ്രോണ്ടിയർ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൻ്റെയും ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ സ്പെഷ്യൽ എക്കണോമിക് സോണായ മെഡിക്കൽ സയൻസ് പാർക്കിൻ്റെയും സ്ഥാപക ചെയർമാനായിരുന്നു ഡോക്ടർ KM ചെറിയാൻ. അദ്ദേഹത്തിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റ് പരുമലയിൽ സെന്റ് ഗ്രിഗോറിയോസ് കാർഡിയോ വാസ്കുലർ സെന്റർ സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് പുതുച്ചേരിയിൽ ദ സ്റ്റഡി എൽകോൾ ഇന്റർനാഷണൽ എന്നൊരു CBSE സ്കൂൾ നടത്തുന്നു. നിരവധി അക്കാദമിക് പ്രവർത്തനങ്ങൾ. ആതുര ശുശ്രൂഷയെ ഒരു സേവനമായി കരുതിയ ഡോക്ടർ KM ചെറിയാൻ അദ്ദേഹത്തിൻ്റെ കൈപുണ്യത്തെക്കുറിച്ച് പറയാത്ത രോഗികളില്ല.
അതാണ് അദ്ദേഹത്തിന്റെ സേവനം മഹത്തരമാക്കുന്നത്. കേരളത്തിന്റെ ആതുര ശുശ്രൂഷയിൽ ഇത്ര വലിയ സംഭാവനകൾ ചെയ്ത ഡോക്ടർ KM ചെറിയാന് അന്ത്യാഞ്ജലി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.